ഏതൊരു വ്യക്തിയുടെയും ഒരു ദിവസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ പല പല ഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ചിലതൊക്കെ അറിവ് നൽകുന്നതായിരിക്കും, ചിലത് കൗതുകകരമായ കാഴ്ചകളായിരിക്കും. ഇതിൽ പലതും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് തോന്നുന്നവയായിരിക്കും. പക്ഷേ അതിന് നമുക്ക് ഒരുപാട് സഹായങ്ങൾ വേണം, ഒരുപാട് ടിപ്സ് വേണം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായ അറിവുകളും ടിപ്സുകളും കോർത്തിണക്കിക്കൊണ്ടാണ് ചന്ദ്രലേഖ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ചന്ദ്രലേഖയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്കൊരു സ്നാക്സ് ഐറ്റം പരിചയപ്പെടാം. ഇത് ഒരു നോൺ വെജ് ഐറ്റമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെയർ സ്പാ ആണ് ചെയ്യുന്നത്. ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത് സമീകൃത ആഹാരമാണ്. സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ആഹാരത്തിനാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ വീടുകളിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് മിക്സി. മിക്സി നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നല്ലപോലെ കഴുകിയാലും അതിലെന്തെങ്കിലും മൈന്യൂട്ട് പാർട്ടിക്കിൾസൊക്കെ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് തന്നെ മിക്സിയുടെ ബൗളിൽ ഒരു ദുർഗന്ധം ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. ഇത് മാറ്റുന്നതിനായിട്ട് മിക്സിയുടെ ബൗളിൽ നമ്മൾ പുതിനയിലയോ അല്ലെങ്കിൽ നാരങ്ങയുടെ തൊലിയോ ഇട്ട് അടിക്കുകയാണെങ്കിൽ ഈ വരുന്ന ദുർഗന്ധം ഇല്ലാണ്ട് നമുക്ക് ഒഴിവാക്കാം. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കുക്കറിയാണ്. ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്കൊരു സ്നാക്സ് ഐറ്റം പരിചയപ്പെടാം. ഇത് ഒരു നോൺ വെജ് ഐറ്റമാണ്. സോസേജ് കൊണ്ടുള്ളൊരു വിഭവമാണ്. ഇത് സ്റ്റർ ഫ്രൈഡ് സോസേജ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. സ്റ്റർ ഫ്രൈഡ് സോസേജ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. അതിനാവശ്യമായിട്ടുള്ളത് സോസേജ് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഐറ്റമാണ്. ഇതൊരു ഫ്രോസൺ ഐറ്റമാണ്. ഇത് നമ്മൾ മേടിച്ചാലും വീട്ടിലും നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. ഈ ഐറ്റം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ദിവസം നമ്മളിത് കുറച്ച് മുമ്പേ പുറത്തെടുത്തിട്ട് കുറച്ച് നേരം അതിൻ്റെ ആ ഒരു ഐസൊക്കെ ഒന്ന് മാറാനായിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തിളച്ച വെള്ളത്തിൽ ഈ സോസേജ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ച് തിളച്ച വെള്ളത്തിൽ ഇട്ട് വേവിച്ചെടുക്കണം. തണുത്ത വെള്ളത്തിലേക്ക് നമ്മൾ ഒരിക്കലും സോസേജ് ഇട്ട് വേവിക്കരുത്. വെള്ളം നന്നായി വെട്ടി തിളച്ച ശേഷമാണ് സോസേജ് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തതിലേക്ക് നമ്മൾ ഇടുന്നത്. അത് നന്നായി വെന്തതിന് ശേഷം പുറത്തെടുത്ത് വേവുമ്പോൾ ഇതിനൊരു ചെറിയൊരു ക്രാക്ക് വീഴും. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് പുറത്തെടുത്ത് ആ വെള്ളം മുഴുവനും പോയതിന് ശേഷം വേണം നമ്മളിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ. റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ചെറുതായിട്ട് വളരെ കനം കുറച്ച് സ്ലൈസസ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മൾ വേവിച്ച് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സോസേജ് സ്ലൈസസ് ആണിത്. പിന്നെ നമുക്ക് വേണ്ടത് ഓണിയൻ, ചെറുതായിട്ട് നല്ല ഫൈൻലി ചോപ്ഡ് ഓണിയനാണ് ഇതിന് വേണ്ടത്. അതുപോലെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ, ഏത് റിഫൈൻഡ് ഓയിലാണെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം. പിന്നെ ഇതിന് ഒരു അല്പം എരിവിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഏത് ചില്ലി വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ വേണ്ടത് ടൊമാറ്റോ സോസാണ്. പിന്നെ ഗാർണിഷിങ്ങിന് ഒരു അല്പം മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റർ ഫ്രൈഡ് സോസേജ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണാം. ആദ്യമായിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് അതിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണിപ്പോൾ നമ്മളിതിൽ ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ചൂടായി. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോസേജ് ഇതിലേക്കിടാം. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരല്പം ഓണിയൻ ഇടാം. ഓണിയൻ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. സോസേജ് നന്നായിട്ട് എല്ലാ വശവും ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. വലിയ തീയിലിട്ടാൽ സോസേജ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു ലോ ഫ്ലെയിമിൽ ഇത് ചെയ്താൽ മതി. സോസേജ് ഒരു ഹാഫ് നമ്മൾ നന്നായിട്ട് സോട്ട് ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങി.
അപ്പോൾ ഈ സമയത്ത് നമുക്കിതിൽ ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഏതാണെന്ന് വെച്ചാൽ ക്രഷ് ചില്ലിയോ വൈറ്റ് പെപ്പർ പൗഡറോ അല്ലെങ്കിൽ റെഡ് ചില്ലി ആണെങ്കിൽ അത് വേണമെങ്കിലും ചേർക്കാം നമുക്ക്. വൈറ്റ് പെപ്പർ പൗഡറാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. ഇതാകുമ്പം അങ്ങനെ കളർ എടുത്ത് കാണുന്നില്ല, അതാണ് വൈറ്റ് പെപ്പർ പൗഡറിൻ്റെ ഒരു ഗുണം. നമ്മുടെ സ്റ്റർ ഫ്രൈഡ് സോസേജ് ഇതാ എളുപ്പത്തിൽ റെഡിയായി കഴിഞ്ഞു. ഒരു 10 മിനിറ്റ് പോലും എടുത്തില്ല. അപ്പം ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ പോലും എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ടൊമാറ്റോ സോസ് ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ്, എത്ര വേണമെങ്കിലും ചേർക്കാം. അല്പം മതിയെങ്കിൽ അല്പം ചേർക്കാം, ഇല്ലെങ്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇനി ഇതിൽ കുക്കിംഗ് ഒന്നുമില്ല. ഇപ്പോൾ മല്ലിയിലയും കൂടെ ചേർക്കുന്നു. മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും ചേർത്ത് കഴിഞ്ഞു. നമ്മുടെ സോസേജ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ചെറിയ ചൂടോടെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് 4 മണിക്ക് കുട്ടികൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു വിഭവമാണ്. രാവിലെ അതുപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ടാണെങ്കിലും ഇപ്പോൾ സാൻഡ്വിച്ച് ആയിട്ട് ബ്രെഡിനിടയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കാവുന്നതാണിത്. ഇതൊരു നല്ലൊരു 1 ടൈം മീലാണ് ശരിക്കും. അപ്പോൾ സ്റ്റർ ഫ്രൈഡ് സോസേജ് റെഡി ആയി കഴിഞ്ഞു. ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ, അധികം ഇൻഗ്രീഡിയൻസ് ഇല്ല, കുക്കിംഗ് ടൈം ഇല്ല, പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഐറ്റമാണ്. നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെയർ സ്പാ ആണ് ചെയ്യുന്നത്. ഒരുവിധം നമ്മൾ എല്ലാവരും തന്നെ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു. അതിപ്പോൾ ആണുങ്ങളായാലും അതെ, പെണ്ണുങ്ങളായാലും അതെ. ഇനി മുഖക്കുരു ഉള്ളവർക്ക് മുഖത്ത് അതിൻ്റെ പാട് അവശേഷിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. മുഖക്കുരു ഉള്ളവർ ജാതിക്ക പൊടിച്ചിട്ട് അത് തിളപ്പിക്കാത്ത പാലിൽ മിക്സ് ചെയ്ത് മുഖത്ത് പറ്റണം. എന്നിട്ട് 1-2 മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയണം. ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം ചെയ്യുകയാണെങ്കിൽ മുഖക്കുരുവും അതുകൊണ്ടുണ്ടാകുന്ന പാടുകളും പൂർണ്ണമായിട്ട് മാറും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബ്യൂട്ടി പാർലർ സെഗ്മെൻ്റ് ആണ്. നമ്മുടെ മുഖത്തിന് എന്ന പോലെ തന്നെ നമ്മൾ കെയർ ചെയ്യുന്നതാണ് നമ്മുടെ ഹെയർ. ഹെയർ സ്പാക്കുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കത് കണ്ടുനോക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെയർ സ്പാ ആണ് ചെയ്യുന്നത്. ഹെയർ സ്പാ എന്ന് പറയുന്ന സമയത്ത് കെമിക്കൽ ഉപയോഗിച്ചിട്ടുള്ളതുണ്ട്, ആയുർവേദിക് ഉപയോഗിച്ചിട്ടുള്ളതുണ്ട്. കെമിക്കൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് മോയ്സ്ചറൈസിങ് അല്ലെങ്കിൽ സ്കാൽപ്പ് ക്ലീനിങ്ങും മുടിയുടെ ഒരു ഡ്രൈനെസ്സും ഇതൊക്കെ ഉണ്ടെങ്കിൽ മുടിയുടെ കുറച്ച് സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന ആയുർവേദിക് സ്പാ ആണ്. ഈ ആയുർവേദിക് സ്പായിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിൻ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സ്കിൻ ടോണർ യൂസ് ചെയ്യുന്നുണ്ട്, സ്കാൽപ്പ് ക്ലീനിങ്ങിനായിട്ട്. പിന്നെ അതുപോലെ ആൻറ്റിസെപ്റ്റിക് ആയുർവേദിക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 2-in-1 ഷാമ്പു യൂസ് ചെയ്യുന്നുണ്ട്. ആയുർവേദിക് സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും സാധനമാണ് നമുക്ക് ഈ ആയുർവേദിക് സ്പാ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് സ്പായിലേക്ക് പോകാം. സ്പാ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ വാഷ് ചെയ്യേണ്ടതൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്കാൽപ്പ് ക്ലീനിങ് ചെയ്യാനായിട്ട് സ്കിൻ ടോണർ ഇട്ടിട്ട് സ്കാൽപ്പ് ക്ലീൻ ചെയ്യാണ്. ക്ലീൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മെഡിസിൻസ് യൂസ് ചെയ്ത് സ്കിന്നിലേക്ക് പിടിക്കണമെങ്കിൽ ഇരിക്കുന്ന പൊടി അല്ലെങ്കിൽ വേർപ്പ് പൊടി പടലങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഡീപ്പ് ക്ലീൻ ചെയ്യണം. അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം സ്കിൻ ടോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സ്കിൻ ടോണിങ്ങിന് ശേഷം പിന്നെ നമ്മളിത് കഴുകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മൾ ആൻറ്റിസെപ്റ്റിക് ആയുർവേദിക് മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ആൻറ്റിസെപ്റ്റിക് മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്ത് സ്റ്റീം ചെയ്ത് വേർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മളത് വാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാഷ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ വീണ്ടും ആ വാഷ് ചെയ്യാനായിട്ട് മോയ്സ്ചറൈസർ കൂടുതൽ കണ്ടൻസ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസ് കൂടുതൽ ഹാർഡായിട്ടുള്ള ഇതായതുകൊണ്ട്
ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് നമ്മൾ ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഇളകി പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് കഴുകാനായിട്ട് നമ്മൾ ആയുർവേദിക് സോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സോപ്പ് യൂസ് ചെയ്യുന്നത് ഇത് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ല റെഗുലർ യൂസിന് മുടിയിൽ സോപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. ഷാമ്പൂ തന്നെയാണ് നല്ലത്. നമ്മളിതിൽ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിസെപ്റ്റിക് മോയ്സ്ചറൈസർ എല്ലാം തേച്ച് വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീം വെച്ചു. സ്റ്റീം ചെയ്യുന്ന ഒരു ഫിക്സഡ് ടൈം പറയാൻ പറ്റത്തില്ല. എത്രത്തോളം നന്നായിട്ട് വേർപ്പിക്കാൻ പറ്റുമോ തല അത്രത്തോളം വേർപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വേർത്ത ശേഷം നമ്മൾ സ്റ്റീം മാറ്റി ആ വേർപ്പൊന്ന് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് തലയിൽ ചൂട് മാറിയ ശേഷം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ആയുർവേദിക് സോപ്പ് ഉപയോഗിച്ച് കഴുകാനാണ് പോകുന്നത്. നമ്മളിപ്പോൾ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇരുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ നനവെല്ലാം നമ്മൾ തുടച്ച് കളഞ്ഞു. ഇനി ഇതിൽ കുറച്ചുകൂടെ നനവുണ്ട്. ഇത് നമ്മൾ ഡ്രയർ യൂസ് ചെയ്ത് തന്നെ ഉണക്കണം. ഒട്ടും നനവുണ്ടാവരുത് മുടിയിൽ. അപ്പോൾ ഡ്രയർ യൂസ് ചെയ്ത് മുടി ഉണക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ആയുർവേദ ഹെയർ ഓയിൽ ഉപയോഗിച്ച് സ്കാൽപ്പിലേക്ക് ഓയിൽ കൊടുത്ത് മസാജ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ആയുർവേദ ഓയിൽ ഉപയോഗിച്ച് മസാജ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ശിരോചർമ്മത്തിൽ നന്നായിട്ട് ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്ന സമയത്ത് ആ ഹോളിക്കിളിലേക്ക് ഓയിലടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഇറങ്ങുകയും അതിലൂടെ നമുക്ക് മുടി വളർച്ചയും അതുപോലെ സ്കാൽപ്പിൽ അടങ്ങിയിരിക്കുന്ന ഫംഗൽ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വിരൽ തുമ്പുകൾ കൊണ്ട് മാത്രം ശിരോചർമ്മത്തിന് അനക്കം തട്ടുന്ന വിധം വേണം ഓയിൽ മസാജ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല. ഓയിൽ മസാജിന് ശേഷം 15-20 മിനിറ്റിന് ശേഷം വീണ്ടും തല വേർപ്പിക്കണം. വേർപ്പിച്ചാൽ മാത്രമേ ഓയിലിലുള്ള ഇൻഗ്രീഡിയൻസ് സ്കാൽപ്പിലേക്ക് ഡീപ്പായിട്ട് ഇറങ്ങുകയുള്ളൂ. വീട്ടിൽ നമ്മൾ ഓയിൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ തലയോട്ടിയിലേക്കാണ് ഇതുപോലെ ഓയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ടത്. അത് ഡെയിലി ഇപ്പോൾ പാർലറിൽ ചെയ്യുന്ന പോലെ 10-20 മിനിറ്റ് ചെയ്യണമെന്നില്ല. 2-3 മിനിറ്റ് വിരലുകൾ കൊണ്ട് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് മസാജ് ചെയ്ത് ഓയിൽ പിടിപ്പിക്കുക. മുടിയിലേക്ക് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല ഡെയിലി തേക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ സ്കാൽപ്പിലേക്ക് ഓയിൽ ചെയ്ത ശേഷം 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം ഷാമ്പു നേർപ്പിച്ച് അത് ഡയലൂട്ട് ചെയ്യുക. 1 സ്പൂൺ ഷാമ്പു എന്ന് പറയുന്നത് 5 സ്പൂൺ വെള്ളം. അത്രയും ഡയലൂഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അത്രയും ഡയലൂട്ട് ചെയ്ത ശേഷം നന്നായിട്ട് 2 തവണ ഷാമ്പു ചെയ്ത് കഴുകുക. കഴുകിയ ശേഷം നമ്മളിപ്പോൾ ഈ സ്പാ ചെയ്ത ഒരാൾക്കാണെങ്കിൽ അതിൽ ഹോം കെയറിൽ വരുന്ന സമയത്ത് ഓയിൽ ചെയ്ത് ഷാമ്പു ചെയ്ത് കഴുകി ചീകി ഉണങ്ങിയ മുടിയിൽ ഒരു ആയുർവേദിക് ആഫ്റ്റർ ബാത്ത് ഹെയർ പ്രൊട്ടക്ടർ ഉണ്ട്. ഈ ഹെയർ പ്രൊട്ടക്ടർ മുടിയുടെ ഇഴകളിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തേച്ച് പിടിപ്പിക്കുന്നതിലൂടെയാണ് മുടിയുടെ ഡ്രൈനെസ് മാറുന്നത്. അങ്ങനെ മുടിക്ക് ഉണ്ടാവുന്ന ഡാൻഡ്രഫ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഡാൻഡ്രഫും ഹെയർ ഫോളും ഹെയർ ഡ്രൈനെസ്സും നിൽക്കുകയും അതുപോലെ തന്നെ ഷാമ്പൂ ക്ലീനിങ് ചെയ്ത് പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നതിലുള്ള ഡ്രൈനെസ്, നോട്ട്സ് പിടിക്കുന്ന, ചെട പിടിക്കുന്ന തുടങ്ങിയ പ്രശ്നങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. ആയുർവേദിക് ഹെയർ സ്പാ കഴിഞ്ഞു. ഇനി മുടി വാഷ് ചെയ്ത് ബ്ലോ ഡ്രൈ ചെയ്തെടുത്ത് ഇനി ബ്ലോ ഡ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ കണ്ടീഷണറോ വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഷാമ്പു വാഷ് ചെയ്ത ശേഷം ഡയറക്റ്റ് ബ്ലോ ഡ്രൈ ചെയ്യുക. ബ്ലോ ഡ്രൈ ചെയ്ത ശേഷം മുടിയുടെ ഡ്രൈനെസ് മാറാനായിട്ടും അതുപോലെ മുടിയുടെ സ്പ്ലിറ്റൻസ്, മുടി പൊട്ടിപ്പോകുന്നത്, പിന്നെ മുടി ചെട പിടിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറാനായിട്ട് ആവശ്യമായിട്ടുള്ള ആയുർവേദ മരുന്നായ ആഫ്റ്റർ ബാത്ത് ഹെയർ പ്രൊട്ടക്ടർ നമ്മളിപ്പോൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഹോം കെയർ ആണ്. ഹോം കെയറിന് ആവശ്യമായിട്ടുള്ളത് ആയുർവേദ ഹെയർ ഓയിൽ, 2-in-1 ഷാമ്പു ആൻഡ് ആയുർവേദിക് ആഫ്റ്റർ ബാത്ത് ഹെയർ പ്രൊട്ടക്ടർ. ഇതാണ് നമ്മൾ വേണ്ടത്. ഈ സ്പാ ചെയ്യുന്നത് മാസത്തിൽ 1-2 തവണ കൺസൾട്ടേഷൻ ചെയ്ത ശേഷം ആവശ്യമായ രീതിയിൽ ചെയ്യേണ്ടതാണ്. അതുപോലെ പ്രോപ്പർ ഹോം കെയർ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 സ്പാ ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെ അത് അടുത്ത സിറ്റിംഗ് വേണ്ടി വരുന്നില്ല. പ്രോപ്പർ കെയർ അല്ലെങ്കിൽ മാത്രം നമ്മൾ അടുത്ത സിറ്റിംഗ് വേണ്ടതായിട്ടുണ്ട്. അത് ഒരു കൺസൾട്ടേഷനിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് സമീകൃത ആഹാരമാണ്.
സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ആഹാരത്തിനാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. നല്ല രീതിയിൽ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഡയറ്റൊക്കെ നോക്കുന്നത്. ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടിപ്സൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ലഭിക്കാറുണ്ട്. പക്ഷേ ഈ ടിപ്സൊക്കെ എത്രത്തോളം യൂസ്ഫുള്ളാണ്, ഇതൊക്കെ ഉപയോഗിച്ചാൽ ഫലപ്രദമാണോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് ഒരു വഴിയില്ല. നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏത് രീതിയിലുള്ള ഡയറ്റ് ഉപയോഗിക്കണം, ഏതൊക്കെ ടിപ്സ് ഫോളോ ചെയ്യണമെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഫുഡിനെ പറ്റി ഒരുപാട് കൺസേൺഡ് ആണ്. നമുക്ക് അറിയാം ബാലൻസ് ഡയറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാലൻസ് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവില്ല. ഇതെല്ലാം നമ്മൾ ഒരുപാട് കേട്ടിരിക്കണം. പക്ഷേ നമുക്കറിയില്ല കറക്റ്റായിട്ട് എങ്ങനെയാണ് ബാലൻസ് ഡയറ്റ് ചെയ്യേണ്ടതെന്ന്, ഒരു ദിവസത്തെ ബാലൻസ് ഡയറ്റ് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ ഒരു ധാരണ ഉണ്ടാക്കാൻ, കൂടുതൽ സംസാരിക്കാൻ നമ്മളോടൊപ്പം ന്യൂട്രി സൊല്യൂഷൻസിൻ്റെ കൺസൾട്ടൻറ്റ് ന്യൂട്രീഷനിസ്റ്റ് ഗായത്രി അശോകൻ കൂടെ ഉണ്ട്. നമസ്കാരം. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, എന്താ ബാലൻസ് ഡയറ്റിനെ പറ്റി. പലർക്കും ഉള്ള കുറേ മിസ്കൺസെപ്റ്റ്സ് ആണ്. അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത് സമീകൃത ആഹാരമാണ്. സമീകൃത ആഹാരം എന്ന് പറയുമ്പോൾ എല്ലാ പോഷകങ്ങളും അടങ്ങിയിട്ടുള്ള ആഹാരത്തിനാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. പോഷകങ്ങൾ നമുക്ക് പ്രധാനമായിട്ടും ഉള്ളത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫൈബർ ആൻഡ് വാട്ടർ. വെള്ളവും ഒരു അത്യാവശ്യമുള്ളൊരു പോഷകമാണ്. നമുക്ക് ഏകദേശം ഒരു നോർമൽ മാൻ ഒരു 2 മുതൽ 2.5 ലിറ്റർ വെള്ളമെങ്കിലും ഡെയിലി വേണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു 1.5 ലിറ്റർ വെള്ളമെങ്കിലും പോകുന്നുണ്ട്. അതുപോലെ ഈ ഓരോ പോഷകങ്ങളും നമ്മൾ ചെയ്യുന്ന ജോലി അനുസരിച്ചും ഓരോ ഏജ് ഗ്രൂപ്പിനനുസരിച്ചും, ഇപ്പോൾ സ്ത്രീകൾക്കുള്ള പോലെ ആയിരിക്കില്ല കുട്ടികൾക്കുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള ആഹാരത്തിനെയാണ് നമ്മൾ ബാലൻസ് ഡയറ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ബാലൻസ് ഡയറ്റ് എന്ന് പറഞ്ഞിരുന്നത് എന്താ, ഒരു പിരമിഡിൻ്റെ രൂപത്തിലാണ് ഫുഡ് ഗ്രൂപ്പ്സിനെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതൊരു പ്ലേറ്റ് പോലെ, എന്നുവെച്ചാൽ ഒരു ഫുഡ് പ്ലേറ്റായിട്ട് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് കുറച്ചും കൂടി ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ളൊരു 3 ഡയറ്റ് നമ്മൾ ഡെയിലി 3 ഫുഡ് പ്ലേറ്റ് നോർമൽ ആയിട്ട് കഴിക്കുവാണെങ്കിൽ 3 മീലും ഇങ്ങനെ ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ഒരു പോർഷൻ കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും, ഒരു പോർഷൻ പ്രോട്ടീൻ ആയിരിക്കും, പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും വരുന്ന ഒരു പോർഷനുണ്ട്, മിൽക്ക് അല്ലെങ്കിൽ കേർഡ് വരുന്ന ഒരു പോർഷൻ. ഇത്രയും വരുമ്പോഴാണ് ആ ഡയറ്റ് ബാലൻസ്ഡ് ആവുന്നത്. ഇങ്ങനത്തെ 3 മീൽ കഴിക്കുമ്പോൾ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും ആവശ്യത്തിന് കിട്ടും. അപ്പോൾ ഒരാളുടെ ബാലൻസ് ഡയറ്റ് വേറൊരാളുടെ ബാലൻസ് ഡയറ്റ് ആയിരിക്കില്ല. എല്ലാ പോഷകങ്ങളും എല്ലാവർക്കും വേണം, പക്ഷെ അതിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടുതൽ മിനറൽസ് അത്യാവശ്യമാണ്. പിന്നെ ഓരോ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും പോഷകങ്ങൾ, ഇപ്പോൾ കാലറിയുടെ തന്നെ ആവശ്യം വ്യത്യാസമായിരിക്കും. ഇപ്പോൾ സെഡൻഡറി ജോബ്, ഇപ്പോൾ ഓഫീസ് ജോബ് ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടുന്ന കാലറിയേക്കാളും കുറച്ചും കൂടി കൂടുതലായിരിക്കും ഇപ്പം വീട്ടിലെ ജോലിയും ഓഫീസ് ജോബും കൂടി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടുന്നത്. അപ്പോൾ കാലറി അങ്ങനെയായിരിക്കും. അപ്പോൾ നമ്മൾ ആഹാരത്തിൽ ആവശ്യത്തിനുള്ള പാലുൽപ്പന്നങ്ങളും അതുപോലെ തന്നെ ഇലക്കറികൾ, ഫ്രൂട്ട്സ്, ഇതെല്ലാം ഉള്ള ഒരു ഫുഡാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന പോഷകങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടും. എല്ലാ ജോലികളും ചെയ്തിട്ടും ചില ആൾക്കാർക്കൊക്കെ കൊളസ്ട്രോൾ വരുന്നുണ്ട്. അത് ഈ നമ്മുടെ ഡയറ്റിൻ്റെ ഈ ബാലൻസ്ഡ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു... ശരിക്കും കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അത് അനിമൽ പ്രോഡക്ട്സിൽ മാത്രം കാണുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മളൊരു ഫുഡ് പ്രോഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നോ കൊളസ്ട്രോൾ, ഇപ്പോൾ നട്ട്സ് എടുക്കുകയാണെങ്കിൽ അതിൽ നോ കൊളസ്ട്രോൾ എന്ന് കണ്ടുകൊണ്ട് ആൾക്കാർ ഒരുപാട് കഴിക്കും. പക്ഷേ ഈ ലിമിറ്റ് നല്ലതാണ്. ഇപ്പോൾ എല്ലാ ഫുഡും, ഇപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ്, അതായത് ഇപ്പോൾ ചോറ്, ഒരു നോർമൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് 100 ഗ്രാം ഉള്ള കപ്പിലൊരു 3 കപ്പ് റൈസ്, ഒരു 1800 കാലറി ഡയറ്റിലും 3 കപ്പ് റൈസ് ഉച്ചയ്ക്ക് മതി. പക്ഷേ മലയാളികൾ ഒരിക്കലും 3 കപ്പല്ല കഴിക്കുന്നത്, ഒരു 8-10 കപ്പ് റൈസ് കഴിക്കും. നമ്മുടെ ഫുഡിൽ ബാക്കിയുള്ള ഇപ്പം എന്ന് വെച്ചാൽ ചോറിനേക്കാളും ബാക്കിയുള്ള പ്രോട്ടീനോ അല്ലെങ്കിൽ വൈറ്റമിൻ മിനറൽസൊക്കെ ഒത്തിരി കുറവായിരിക്കും. അപ്പോൾ ഈ എക്സസ് ആയിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്, അതുപോലെ സ്വീറ്റ്സ് കൂടുതൽ കഴിച്ചാൽ ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടും. അപ്പോൾ കൂടുതൽ നമ്മൾ റൈസ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുമ്പോൾ അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നത് ഫാറ്റായിട്ടാണ്. സാധാരണ ഒരു മനുഷ്യന് 150 മില്ലിഗ്രാം കൊളസ്ട്രോളാണ് ഒരു ദിവസം ഇൻടേക്ക് ആകാവുന്നത്. പക്ഷേ 150 മില്ലിഗ്രാം. പക്ഷേ ഒരു മുട്ടയുടെ മഞ്ഞയിൽ തന്നെ 200 മില്ലിഗ്രാമിൽ കൂടുതൽ കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം നമ്മളൊരു 5 മുട്ടയുടെ മഞ്ഞ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടാം. ഇപ്പോൾ ഇതൊന്നും കഴിക്കാത്തവരാണെങ്കിൽ കൂടിയും ചോറധികം കഴിച്ചാൽ അതും കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂട്ടാം. അപ്പോൾ ബാലൻസ് ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല,
എല്ലാം വരും. ഇപ്പോൾ നമ്മൾ ചോറും കപ്പയും കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതെല്ലാം കാർബോഹൈഡ്രേറ്റേ ആവുന്നുള്ളൂ. പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് മീൻ, ഇറച്ചി, ചിക്കൻ നല്ലതാണ്, അല്ലെങ്കിൽ പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ വന്നാലാണ് അത് ബാലൻസ്ഡ് ആവുന്നത്. കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഡീപ്പ് ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസ് കഴിച്ചാലാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമ്മുടെ കോക്കനട്ട് ഓയിൽ വേണ്ടാന്ന് വെച്ചിട്ട് ഒലിവ് ഓയിലൊക്കെ ഇട്ട് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ എത്രമാത്രം ഹെൽത്തിയാണ്? വാസ്തവത്തിൽ നമുക്ക് ഒരു 15 മുതൽ 20% വരെ ഫാറ്റാണ് ഒരു ദിവസം വേണ്ടുന്നത്. അതായത് ഒരു നോർമൽ മാൻ ഒരു 3 ടീസ്പൂൺ എണ്ണ, അതിപ്പോൾ ഏത് എണ്ണ ഉപയോഗിച്ചാലും, ഇപ്പം കോക്കനട്ട് ഓയിലായാലും കോൺ ഓയിലായാലും ഏതായാലും അതിൽ കൂടുതൽ ഉപയോഗിച്ചാൽ അത് കൊളസ്ട്രോൾ കൂട്ടും. നോർമൽ ഒരാളെന്ന് പറയുന്നത് മിക്സ്ഡ് ഓയിലാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അൺസാച്ചുറേറ്റഡും പോളി അൺസാച്ചുറേറ്റഡ് ആ റേഷ്യോ ബാലൻസ്ഡ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുക്കാം. ഇപ്പം നമ്മൾ കേരള ടൈപ്പ് ഓഫ് പ്രിപ്പറേഷന് നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കുക, 1 സ്പൂൺ അല്ലാതെ ഒലിവ് ഓയിൽ വേണേൽ സാലഡൊക്കെ മിക്സ് ചെയ്യുമ്പോൾ അങ്ങനെ എടുക്കുക. അങ്ങനെ 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓയിൽ കഴിക്കുമ്പോഴാണ് നമുക്ക് ഇത് ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്നത്. അതിൽ കൂടുതൽ കഴിച്ചാൽ അത് നല്ലതല്ല. നമ്മുടെ ശരീരത്തിന് എക്സസ് ആകുമ്പോഴത്തേക്ക് അത് വീണ്ടും കൊളസ്ട്രോൾ ലെവൽ കൂട്ടും. ചെറിയ അളവിൽ നമ്മളിപ്പം വെജിറ്റബിൾ ഓയിൽ നമ്മൾ കുറച്ച് അളവിൽ കഴിക്കുവാണെങ്കിൽ അത് ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ചെങ്കിലും ബാലൻസ്ഡ് ആയിട്ട് പറയുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. റൈസ് ബ്രാൻ ഓയിലാകുമ്പോൾ ഏകദേശം ഈ റേഷ്യോ ബാലൻസ്ഡ് ആയിട്ട് വരുന്നു. 3 വരും. ഇത് എല്ലാത്തിൻ്റെയും റേഷ്യോ, ഇപ്പോൾ മോണോ അൺസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് റേഷ്യോ ഏകദേശം നമ്മൾ പറയുന്ന ആ ഒരു ലിമിറ്റിൽ വരുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. പിന്നെ ഇപ്പോൾ ബ്ലെൻഡഡ് ഓയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 3 ടൈപ്പ് ഓയിലും കൂടെ ഒരുമിച്ച് മിക്സ് ആയത് കിട്ടും. പക്ഷേ ഏതായാലും നമ്മൾ അറിയേണ്ട 3 സ്പൂൺ ഓയിൽ നമുക്ക് മതി നോർമൽ. പക്ഷെ അത്രയും വേണം. 3-ൽ കൂടുതലായാൽ നമുക്ക് അതെ, അതുമാത്രമല്ല കൊളസ്ട്രോൾ ഉള്ള ഒരാളിനും കൂടിയും 3 ടീസ്പൂൺ ഓയിൽ ഡെയിലി ആവശ്യമാണ്. കാര്യം അതിൽ കുറയുവാണെങ്കിൽ നമ്മൾ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻ ഒന്നും ബോഡി അബ്സോർബ് ആവത്തില്ല. അപ്പം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അത് മറ്റൊരു തെറ്റിദ്ധാരണയാണ്. അപ്പം ഞാനിപ്പോൾ കഴിക്കുന്ന ഡയറ്റ് ബാലൻസ് ആണോന്ന് എനിക്ക് തന്നെ അറിയാൻ, എനിക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? പലപ്പോഴും നമ്മളൊരു ബാലൻസ് ഡയറ്റ് അല്ല ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിൻ തന്നെ നമുക്ക് തന്നെ ഒരു ഇൻസഫിഷ്യൻസി ഫീൽ ചെയ്യും. അപ്പോഴായിരിക്കും പലപ്പോഴും ഒരു പ്രത്യേക ഒരു ഫുഡിനോടൊരു അട്രാക്ഷൻ തോന്നുക, അല്ലെങ്കിൽ സ്വീറ്റ്സ് ഒത്തിരി കഴിക്കുക. അപ്പോൾ അത് ശരിക്കും ഒരു ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളിന് പലപ്പോഴും വിശപ്പ് അധികം ഉണ്ടാവില്ല. ശരിക്കും 3 നേരമല്ല, നമ്മളൊരു 5 നേരം അല്ലെങ്കിൽ 6 നേരം ഇടവിട്ട് കഴിക്കുമ്പം പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട് അവർ ലിമിറ്റിൽ കഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് അത്രയും വിശപ്പ് ഫീൽ ചെയ്യില്ല. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സ്ട്രെസ് ലെവൽ കുറവായിരിക്കും. അതൊക്കെ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം. ബാലൻസ്ഡ് അല്ലാത്തതുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് ഭയങ്കരമായി വിശപ്പും ചില സാധനങ്ങൾ കഴിക്കണം എന്നൊക്കെ തോന്നുന്നു. അതെ, അത് തീർച്ചയായിട്ടും അത് ബാലൻസ്ഡ് ആയിട്ട് അല്ലാത്തത് കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ ബാലൻസ്ഡ് ആയിട്ട് സമീകൃത ആഹാരം എന്നൊക്കെ ഞങ്ങൾ ചെറുതിൽ പഠിച്ചിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്ന് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. ഇത്രയും സമയം അതിനെപ്പറ്റി കൂടുതൽ പറയുകയും വിവരിച്ച് തരികയും ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ചന്ദ്രലേഖയുടെ മറ്റൊരു അധ്യായത്തിലൂടെ വീണ്ടും കാണാം.